ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് യു ജിൻഹോനെ പറ്റിയാണ് അറിയാൻ പോകുന്നത്. അതിൽ പറഞ്ഞാൽ സങ് ജിൻഹുവിന്റെ ഏറ്റവും കൂടുതൽ അനിയനെ പോലെ കാണുന്ന ഒരാളാണ് ജിൻഹോ എന്ന് പറയുന്നത്. അതായത് നമുക്ക് യു ജി എന്ന് പറയാം. യു ജി കാണുന്നത് അത്രയും വലിയൊരു ക്യാരക്ടറായിട്ടാണ് യു ജി ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ യു ജി ഇത്ര പവർഫുൾ ആയ ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് കഥയിലോട്ട് പോകാം. ആദ്യമേ തന്നെ യു ജി ആണെങ്കിൽ ഇവിടെ എവിടെ പോവുകയാണ്, ഹവാങ് ഡോങ്സുവിന്റെ അനിയന്റെ ടീമിൽ ചേരുകയാണ്. അങ്ങനെ ചേരുമ്പോഴാണ് ട്വിസ്റ്റ് നടക്കുന്നത്. ഹവാങ് ഡോങ്സുവിന്റെ അനിയനാണെങ്കിൽ ചേർക്കുന്ന എന്തിനാണ്, അതായത് പറഞ്ഞാൽ ഹവാങ് ഡോങ്സുവിന്റെ അനിയന്റെ പേര് ഹവാൻ ഡോങ് സൂക്ക് എന്നാണ്. അപ്പോൾ ഹവാങ് ഡോങ് സൂക്ക് ആണെങ്കിൽ നമുക്ക് ഹവാങ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോൾ ഹവാങ് ഡോങ് സൂക്ക് എന്ന് പറയാം. അപ്പോൾ ഡോങ് സൂക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാണ്, ഹവാങ് ഡോങ് സൂവിന്റെ അനിയനായിട്ടുള്ള ഹവാങ് ഡോങ് സൂക്ക്. ഇപ്പോൾ ഡോങ് സൂക്ക് ആണെങ്കിൽ ഇവനെ ചേർത്തിട്ട് ഇതിന്റെ പൈസ അടിച്ചു മാറ്റാനുള്ള പണിയായിരുന്നു. ഇവന്റെ ഒരു ഡ്രസ്സിന് തന്നെ ആയിരം അല്ല ലക്ഷം കണക്കിന് വരും. ഇവനൊരു ഡി റാങ്കറും കൂടിയാണ്. അപ്പൊ ഡി റാങ്കർ ആയിട്ടുള്ള നമ്മുടെ ആയിട്ടുള്ള സിജു ജിൻഹുവിനെ ഹവാങ് ഡോങ് സൂക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് അടിച്ചു മാറ്റിയിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള പണിയായിരുന്നു ഹവാങ് ഡോങ് സൂക്കിന്റെ. അങ്ങനെ ചെയ്തപ്പോഴാണ് ഹവാങ് ഡോങ് സൂ അങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പിട്ട് നമ്മുടെ ഈ സങ് ജിൻഹു അവിടെ വരുന്നുണ്ടായിരിക്കും ഒരു റാങ്കറായിട്ട്. അപ്പോൾ വരുമ്പോൾ അവിടെ വന്നിട്ട് റാങ്കറായിട്ടുള്ള സങ് ജിൻഹുവിനെ അവിടെ ചേർക്കുകയാണ്. അപ്പോഴേ അവൻ്റെ ദേഹത്ത് മോനാർക്കൊക്കെ ഉണ്ട് ആദ്യത്തെ അവിടെ. അപ്പോൾ അങ്ങനെ ചേർത്തതിന് ശേഷമാണ് ഗൈസ് ഒരു ട്വിസ്റ്റ്. അങ്ങനെ ചേർത്തതിന് ശേഷം ഈ ജിൻഹോയിനെയും അതായത് യുജിനെയും ജിൻഹുവിനെയും അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഡോങ് സൂക്കും അവരുടെ ടീമും ആൾക്കാരും ഒക്കെ പോവുകയാണ്. പോയിട്ട് അവിടെ കടന്ന് നമ്മുടെ നിലവിളിക്കുകയാണ് നമ്മുടെ യുജി അത്ര നിലവിളിക്കുന്നു. അവിടെ കിടന്ന് നിലവിളിക്കുന്നു. പക്ഷെ സങ് ജിൻഹു നിലവിളിക്കുന്നില്ല. യുജി ഭയങ്കരമായിട്ട് നിലവിളിക്കും. ഇവിടെ തൊട്ടാണ്, അതാന്ന് വെച്ചാൽ ടീമിൽ ചേരുന്ന തൊട്ടാണ് യുജിയുടെ കഥ തുടങ്ങുന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ജിൻഹോ എന്ത് ചെയ്യും, അവിടെ ഫുള്ളും എല്ലാ ഡോങ് സൂക്കിന്റെ ടീമിനെ എല്ലാവരും അടിച്ച് തെറിപ്പിച്ച് മാറ്റി അങ്ങ് എടുത്തിടും. അത് അവസാനം ഹവാങ് ഡോങ് സൂക്കിനെ അടിച്ചു കൊല്ലും. കൊന്നതിന് ശേഷം നമ്മുടെ യുജിയും ജിൻഹുവും വെളി വന്നിട്ട് പക്ഷെ ആളുകൾ അപ്പോൾ എല്ലാരും പറയുന്നു ഈ ബി റാങ്കർ ആയിട്ടുള്ള ജിൻഹോ ആണ് റാങ്കർ ആയിട്ടുള്ള ഈ ജിൻഹുവിനെ രക്ഷിക്കുന്നതെന്ന്. അപ്പൊ യുജി ജിൻഹുവിനെ രക്ഷിച്ചെന്നല്ല വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജിൻഹു യുജിനെയാണ് രക്ഷിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ടാണ് നമ്മുടെ യുജി ജിൻഹുവിനെ ചേട്ടാന്ന് വിളിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് ചേട്ടാന്നല്ല, ഒരു ചേട്ടനെ പോലെ കാണാൻ ചേട്ടാന്ന് വിളിക്കാൻ തുടങ്ങും. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സും ഒരു ബ്രദേഴ്സും ആയിരിക്കുന്നതാണ് യുജിയും ജിൻഹു എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ജിൻഹുവിന്റെ പപ്പയ്ക്ക് വയ്യാതാവുന്നു. ജിൻഹു എന്ന് വെച്ചാൽ നമ്മുടെ യുജിന്റെ പപ്പ വയ്യാതാവുന്നു. അതിനുശേഷം യുജിയുടെ പപ്പ വയ്യാതാവുമ്പോൾ നമ്മുടെ സങ് ജിൻഹുവിന്റെ അടുത്ത് പറയുന്നു, ജിൻഹു എൻ്റെ പപ്പയ്ക്ക് വയ്യാതെ എന്ന് യുജി പറയുന്നു. അതിനുശേഷം സംഭവിക്കുന്നത് ജിൻഹു ആണെങ്കിൽ ഒരു മരുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. ആരെ കാണാൻ, യുജിയുടെ പപ്പയെ കാണാനായിട്ട് പോയതിനു ശേഷം യുജിയുടെ പപ്പയെ കാണുന്നു. എന്നിട്ട് മരുന്ന് കൊടുക്കുന്നു, റിക്കവർ ആവുന്നു. അതിനുശേഷം ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആകുന്നു. മനുഷ്യൻ രക്ഷപ്പെടുന്നു. ഇതാണ് അത് കാണുന്നത്. അവസാനം ഈ എല്ലാ റീബർത്ത് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാം കഴിയുന്നതിന് മുമ്പിട്ട് ഒരു സീൻ അവര് കാണിക്കുകയായിരുന്നു. മൊങ്കയായിട്ടൊന്ന് കാണിക്കും. എന്തോന്ന് വെച്ചാൽ നമ്മുടെ ഹവാങ് ഡോങ് സൂക്കിനെ കൊന്നതുകൊണ്ട് ഹവാങ് ഡോങ് സൂ വരും എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡി റാങ്കർ ഹവാങ് ഡോങ് സൂ ആണെങ്കിൽ ഹവാങ് ഡോങ് സൂക്കിന്റെ കൊന്നതിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് വന്ന് ജിൻഹോ അതാന്ന് വെച്ചാൽ നമ്മുടെ യുജിനെ കൊല്ലാൻ വരികയാണ്. യുജിനെ കൊല്ലാൻ വന്നിട്ട് യുജിനെ അടിച്ച് തെറിപ്പിച്ച് അവസാനം യുജിയുടെ ദേഹത്ത് ഫുള്ളും ചോര വരാൻ തുടങ്ങി. അങ്ങനെ വയ്യാതെ അവശനായി കിടക്കുമ്പോഴാണ് അവൻ പെട്ടെന്ന് ചേട്ടാന്ന് വിളിച്ച് അലറാൻ തുടങ്ങുന്നത്. അത് എങ്ങനെയോ നമ്മുടെ ജിൻഹു അവന്റെ അടുത്തല്ല,
പക്ഷെ യുജിയുടെ ചെവിയിലോട്ട് എങ്ങനെയോ ചേട്ടാന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് അവന്റെ മാജിക് പവർ ഷാഡോ പവർ വെച്ച് മറഞ്ഞു പോവുകയാണ്. മറഞ്ഞു പോയി പെട്ടെന്ന് യുജിയുടെ അടുത്ത് വന്നിട്ട് ഹവാൻഡോസിനെ അടിച്ചു തെറിപ്പിക്കുന്നു. അപ്പോൾ ഹവാൻഡോസ് പറയുകയാണ്, നീയാണെൻ്റെ അനിയനെ കൊന്ന നിങ്ങൾ രണ്ടുപേരെയും വിടുകയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഹു പറയും, എൻ്റെ അനിയനെ തൊട്ടു പോകല്ലെന്ന്. അപ്പോഴാണ് എല്ലാവരും ഓർക്കും യുജി സ്വന്തം അനിയനാണെന്ന്. അപ്പോൾ ഹവാൻഡോസിനെ അടിച്ച് തെറിപ്പിച്ച് ഡിഫീറ്റ് ചെയ്ത് തെറിപ്പിച്ചങ്ങിടും. അതിനുശേഷം തെറിപ്പിച്ച് ഡിഫീറ്റ് ചെയ്തിട്ടതിന് ശേഷം അപ്പോഴാണ് തോമസ് ആൻഡ്രൂ വരുന്നത്. തോമസ് ആൻഡ്രൂ വന്ന് അവിടെ നമുക്ക് ആ ഫൈറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അങ്ങനെ നടന്ന ഫൈറ്റിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ഓർക്കുന്നില്ല. ആ ഫൈറ്റിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോ നമ്മൾ ജിൻഹോനെ പറ്റിയല്ലേ, ജിൻഹോ. അപ്പോൾ ഈ ജിൻഹോനെ അങ്ങനെ നമ്മുടെ ജിൻഹു രക്ഷിച്ചിട്ടുണ്ട്. ഇത് പകുതി അവൻ്റെ സ്റ്റോറീസ് ഒക്കെയാണ്. അതിനുശേഷം അവസാനം എല്ലാവർക്കും റീബർത്ത് കിട്ടുന്നു, എല്ലാം മറന്നു, എല്ലാം മരിച്ചവരെല്ലാവരും അതിനകത്ത് കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ പക്ഷെ അവർക്കറിയാമായിരുന്നു മോനാർക്സ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം റീബർത്ത് ആയപ്പോഴും. അപ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ കഴിയുന്നു ജിൻഹു തിരിച്ചു വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ കഴിയുന്നു പോയ മോനാർച്ച് വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് എവിടെയോ എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യാൻ തുടങ്ങും ചില എസ്ട്രാങ്കേഴ്സിനൊക്കെ. അതിനുശേഷം ചെയർമാൻ ഗോയിന് വയ്യാതാവുന്നു. അങ്ങനെ അതിനുശേഷം അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ജിൻഹോനെ പപ്പയെ രക്ഷിക്കുകയും ജിൻഹോനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവസാനം യുജി വീണ്ടും എല്ലാം മറക്കുകയാണ്. എല്ലാം മറക്കത്തില്ല എല്ലാവരും അടുത്തതിൽ. അങ്ങനെ മറന്നതിന് ശേഷം അവസാനം ജിൻഹു വീണ്ടും വരികയാണ്. അപ്പോൾ ജിൻഹുവിൻ്റെ അടുത്ത് വീണ്ടും യുജി സംസാരിക്കുകയാണ്. വീണ്ടും പഴയ അതേപോലെ തന്നെ വീണ്ടും ഇതുപോലെ അങ്ങായി അനിയൻ ചേട്ടനാവുകയാണ്. അതിന് ശേഷം ഇനി അടുത്ത ഇതാണ്. ഓക്കെ ഗായ്സ്, ഇതാണ് യുജിയുടെ ഇത്. അതിന് ശേഷം